അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലൈഹി വസല്ലം. സമാദരണീയനായ അധ്യക്ഷൻ മൊയ്റ്റി മൗലവി, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ അപ്രതിരോധ്യനായ ജനറൽ സെക്രട്ടറി, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അഭിനന്ദനായ കെ മുഹമ്മദ് ഹാജി MLA, ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ടി ഇബ്രാഹിം സാഹിബ്, പ്രിയപ്പെട്ട AT തങ്ങൾ, വേദിയിലെ ബഹുമാന്യരായ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളെ, സ്നേഹമുള്ള സഹപ്രവർത്തകർ, ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ക്യാമ്പയിനോടനുബന്ധിച്ച് ഇന്നും നാളെയുമായി ജില്ലയിൽ ഇതുപോലെയുള്ള പരിപാടികൾ നിയോജക മണ്ഡല തലങ്ങളിൽ നടക്കുകയാണ്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ മഹാനായ ശില്പി, പ്രിയപ്പെട്ട CH വിട പറഞ്ഞതിന്റെ ഓർമ്മയാണ് നമുക്ക് സെപ്റ്റംബർ 28 എന്ന് പറയുന്നത്. കേൾവിയും കേൾപ്പോരുമില്ലാത്ത ഒരു സമൂഹത്തെ, CHന്റെ തന്നെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞാൽ ആരാന്റെ വിറകുവെട്ടികളും വെള്ളംകോരികളുമായി തീരേണ്ട ഒരു സമൂഹത്തെ ഈ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയുടെ തണലിൽ നിർത്തി ആത്മാഭിമാനമുള്ള ജനതയാക്കി പരിവർത്തിപ്പിച്ച മഹായ CHനെ മുസ്ലിം കേരളം ഒരിക്കൽ കൂടി, കേരളത്തിന്റെ പൊതുസമൂഹം ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. കുണ്ടോട്ടിയിൽ ഇന്ന് നമ്മൾ ഈ മഴയത്തും ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുമ്പോൾ ഇവിടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളെ നിരീക്ഷിക്കുന്നവർക്കറിയാം ഈ വന്നത് മുസ്ലിം ലീഗിന്റെ സജീവമായ പ്രവർത്തകർ മാത്രമാണ്. ഞങ്ങൾ വന്നപ്പോ ഇവിടെ നമ്മൾ പല സമ്മേളനം കണ്ടു. നേരത്തെ മമ്മണ്ണിയാജി പറഞ്ഞതുപോലെ ഇന്നലെ ഇതിലെ യാത്ര പോയപ്പോ എനിക്ക് തോന്നിയത് ഈ ഉത്തരേന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ കുട്ടികളി മക്കളൊക്കെ വരുന്നത് പോലെ വീട്ടിലെ 90 വല്യമ്മാനെയും 40 കഴിയാത്ത പേരക്കുട്ടിയെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും കെട്ടിയോളെയും മക്കളെയും എല്ലാവരെയും കൂട്ടിയിട്ട് അഖിലേന്ത്യാ സമ്മേളനമാണ് ഇവിടെ നടത്തിയത്. കുണ്ടോട്ടിയിലേക്ക് എങ്ക വഴി എന്ന് മലപ്പുറത്തുനിന്ന് പലരും ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഗൂഡല്ലൂരിൽ നിന്ന് അണ്ണന്മാരെ ഇറക്കിയിട്ടല്ല ഈ സമ്മേളനം നടക്കുന്നത് എന്ന് ഞങ്ങളുടെ ശത്രുക്കൾ മനസ്സിലാക്കിക്കോ. ഞങ്ങളെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കണ്ട. നിങ്ങളിവിടെ 4 മര കെട്ടി നടത്തിയിട്ട് ഇവരൊരു പ്രകടനം നടത്തി. മൂച്ചിപ്പിരാന്ത് ഉണ്ടെങ്കിലല്ലേ അതിന് ചികിത്സ പ്രിയപ്പെട്ട അരീക്കോട് P പറഞ്ഞതുപോലെ കുതിരയിൽ തുടങ്ങി വഷ്ടത്തിൽ അവസാനിക്കുന്ന സ്ഥലത്ത് ഇത് ചെയ്യണം. പഴയ കന്നിപ്പുറാക്ക് ബനിയനും പിച്ചാത്തിയും കള്ളിത്തുണിയൊക്കെ എടുത്ത മാപ്പിളയെ അവതരിപ്പിക്കാനാണ് നടക്കുന്നത് എങ്കിൽ ആരാന്റെ വിറകുവെട്ടികളും വെള്ളം കോരികളുമായി ഈ രാജ്യത്ത് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ചണ്ടികളെ പോലെ വലിച്ചെറിയപ്പെട്ട ആ സമൂഹത്തെ അധികാരത്തിന്റെ സോപാനത്തിൽ നിർത്തിയ പ്രസ്ഥാനമാണ് ഈ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിതപതാക. എന്നോട് ഒരുത്തം പറയാം, അത് പഴയ കാലത്തിന് ഓർക്കാൻ വേണ്ടി നടത്തിയതാണ്. ഏതായാലും പടച്ചോൻ കാത്തുങ്ങൾ ആ കാലത്തുമാണ് നിർത്തിയത്. കുറച്ചും കൂടി അപ്പുറത്തെ കാലത്തിന് ഓർക്കാനാണെങ്കിൽ മനുഷ്യൻ ഈ വസ്ത്രമൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ കാലത്തിന് ഓർക്കാൻ വേണ്ടി നിങ്ങൾ ഈ കുട്ടികളെയും മക്കളെയും കൂട്ടി പ്രകടനം നടത്താത്തത് അള്ള കാത്തുന്നേ പറയാൻ പറ്റുള്ളൂ. ആരെ നിങ്ങൾ പേടിപ്പിക്കണത്? എന്നാ നിങ്ങൾ തുടങ്ങിയത്? എവിടുന്നാണ് നിങ്ങൾ രാഷ്ട്രീയം തുടങ്ങിയത്? മുസ്ലിം ലീഗ് രാഷ്ട്രീയം തുടങ്ങിയെന്നറിയോ? 1948 മാർച്ച് മാസം 10-ാം തീയതി മദുരാശിയിലെ രാജാജി ഹാളിന്റെ ഞങ്ങളുടെ പ്രിയങ്കരനായ നായകൻ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രംഗത്ത് വന്ന കാലേതറിയോ? ആ കാലേതറിയോ? ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 47 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ മാത്രമല്ല ഉണ്ടായത്, ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായി. ബിലാവൽ ഭൂട്ടോ മിനിയാന്ന് പറഞ്ഞല്ലോ, കാൽമത്തെ ചോപ്പ് മാറാത്ത ബിലാവൽ ഭൂട്ടോ കാശ്മീർ പിടിച്ചെടുക്കുന്നു. ബിലാവൽ ഭൂട്ടോ അല്ല, മരണപ്പെട്ടു പോയ നിങ്ങളുടെ പിതാമഹൻ സുൽഫിക്കർ അലി ഭൂട്ടോ വിചാരിച്ചാലും അത് നടക്കൂല. എന്റെ നേതാവ് CH പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക് പാകിസ്ഥാനല്ല, എന്റെ സംസ്കാരത്തിന്റെ പിതൃഭൂമിയായ പരിശുദ്ധ മക്ക ശരീഫ് ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാലും മക്ക എന്ന് പറയുമ്പോൾ ഓരോ മുസൽമാന്റെ ആവേശമാണ്. 5 നേരവും നമ്മൾ സുജൂദ് ചെയ്യുന്നത് ആ മക്കയിലെ കാബ ഷരീഫിനെ നോക്കിയാണ്. കാബ കാണാൻ ആഗ്രഹിക്കാത്തൊരു മുസൽമാൻ ഉണ്ടാകില്ല. ഹജ്ജിന്റെ നാളുകളാണ് വരുന്നത്. മഹാകവി പാടിയതുപോലെ ഹജ്ജിന്റെ നാളിൽ ഞാൻ കാബ കിനാവ് കണ്ടു എന്ന് പാട്ട് പാടിയിട്ടുണ്ട്. ആ കാബ ഷരീഫ് ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാലും സൗദി പട്ടാളത്തെ അരിഞ്ഞു വീഴ്ത്തി ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഇന്ത്യയിലെ മുസൽമാനുണ്ടാവും. ഞങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. ആ ഇന്ത്യയും പാകിസ്ഥാനും 2 പുതിയ സ്വതന്ത്ര രാജ്യങ്ങളാണ് 47 ഓഗസ്റ്റ് 14-നും 15-നും ഉണ്ടായത്. ഉണ്ടായപ്പോ ഈ രാജ്യം പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോയിക്കോ,
നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു അവകാശം ഉണ്ടാവില്ല, ഈ രാജ്യത്ത് ഒരു അവകാശം നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് പറയില്ല. ഈ രാജ്യത്തിന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു. 50/26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നതുവരെ ഇന്ത്യയിൽ 4 അണയുടെ കൂലി പോലീസിൽ പോലും മുസൽമാനോട് കൂലിയിരുന്നു. മുസൽമാന് വേണ്ടി ന്യായം പറയാൻ ആളുകളില്ലാത്ത കാലത്ത് മാതൃഭൂമി ദിനപത്രം മുഖപ്രസംഗം എഴുതി. NDF-കാരന് അറിയത് 1947 ഓഗസ്റ്റ് മാസം 23-ാം തീയതി മാതൃഭൂമി RSSന്റെ മുഖപത്രമായ കേസരിയല്ല മുഹമ്മദ് സാഹിബും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവും പടുത്തുയർത്തിയ മാതൃഭൂമി മുഖപ്രസംഗം എഴുതി. മുസ്ലിം ഇന്ത്യ എന്തിവിടെ കാര്യം, ഇവർക്ക് പാകിസ്ഥാനിൽ പോകരുതോ? മുസ്ലിം ലീഗുകാർക്കല്ല, മുസ്ലിമീങ്ങൾക്ക്. ഹൈദരാബാദിലെ നൈസാം പറഞ്ഞു ഞാൻ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല, പാകിസ്ഥാനിൽ ചേരും. കായിദെ മില്ലത്ത് പറഞ്ഞു നൈസാമിന്റെ തീരുമാനം തെറ്റാണ്, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം ഹൈദരാബാദ്. പക്ഷേ ഹൈദരാബാദ് ആക്ഷന്റെ പേരിൽ മുസ്ലിം ലീഗിനെ നിരോധിച്ചു. മഹാനായ പണക്കട്ട PMS പൂക്കുവത്തങ്ങൾ എടുത്തു വന്നു. NDF-കാരാ അർദ്ധരാത്രിയില് മുഖം മൂടിയിട്ട് വന്നിട്ട് ബാക്കിൽ കൂടെ കത്തി കയറ്റിയിട്ട് അടുത്ത ട്രെയിൻ കയറി ഉത്തരേന്ത്യയിലേക്ക് രാജ്യം വിട്ടിട്ടല്ല ഞങ്ങൾ ഈ പാർട്ടി ഉണ്ടാക്കിയത്. മദ്രാശിയുടെ ആഭ്യന്തരമന്ത്രി സുബ്ബരായന്റെ ഉത്തരവുമായി പണക്കട്ട കൊടപ്പിഴക്കലെ തറവാട്ടുമുറ്റത്ത് പോലീസിന്റെ ഇടിവണ്ടി വന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട പൂക്കുവത്തങ്ങളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുണ്ട്. എന്തിനാ അറസ്റ്റ് വാറണ്ട്? നിങ്ങൾ മുസ്ലിം ലീഗ് ആയതിന്റെ പേരിൽ. ഞാൻ ലീഗല്ല നിങ്ങൾ പറഞ്ഞാലേ, എന്നാൽ അത് ഞാൻ രേഖപ്പെടുത്തി മടങ്ങിപ്പോയിക്കോളാം. തങ്ങൾ പറഞ്ഞു ഞാനത് പറയില്ല, എന്റെ മാർഗം സത്യസന്ധവും വ്യവസ്ഥാപിതവുമാണ്, എന്നെ അല്ലാഹു സഹായിക്കും. 4.5 പതിറ്റാണ്ട് മുമ്പ് 10-67 കൊല്ലം മുമ്പ് രാജാതിരാജനായ തമ്പുരാനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മഹാനായ പണക്കട്ട PMS പൂക്കുവത്തങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് ആ പോലീസിന്റെ ഇടിവണ്ടിയിൽ കയറി കോഴിക്കോട് പുതിയറ സബ് ജയിലിൽ പോയി കിടന്നിട്ടുണ്ട്. ഒരു സമുദായത്തിന്റെ തിരിച്ചുവരവിന്, ഒരു സമൂഹത്തിന്റെ തിരിച്ചറിവിന്. യുഗപ്രഭാവരായ നേതാക്കന്മാർ മുസ്ലിം ലീഗിനെ എതിർക്കാനുണ്ടായി. ആ കാലഘട്ടം ഏതാണെന്നറിയോ? 48 മാർച്ച് 10 എന്ന് പറയുമ്പോ 48 ജനുവരി 30 മറക്കാൻ പാടില്ല. 48 30 RSS-കാരനായ നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മജിയുടെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ചത്. എന്തിനാ ഗാന്ധിജിയെ കൊന്നത്? മഹാത്മജി വലത്തെ കവളത്തടിക്കുമ്പോ ഇടത്തെ കവൾ കാണിച്ചു കൊടുക്കുന്ന അഹിംസയുടെ പ്രവാചകനാണ്. ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാത്ത മനുഷ്യൻ. ദണ്ഡിയിലേക്ക് യാത്ര നടത്തിയും ഉപ്പ് കുറുക്കിയും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വൈദേശികാധിപത്യത്തിന്റെ വിഷസർപ്പങ്ങൾക്കെതിരെ പതിറ്റാണ്ടുകൾ സമരം നടത്തിയ പ്രിയപ്പെട്ട ബാപ്പുജി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ പ്രധാനമന്ത്രി പദം അദ്ദേഹം ചോദിച്ചിട്ടില്ല, ആഭ്യന്തരമന്ത്രി പദം ചോദിച്ചിട്ടില്ല, ഒരധികാരവും ചോദിച്ചില്ല. പക്ഷേ പഞ്ചാബിന്റെ ഗോതമ്പുവാലികളിൽ മുസൽമാന്റെ കബന്ധങ്ങൾ കുന്നുകൂടിയപ്പോ, ബ്രഹ്മപുത്രയും യമുനയും ഗംഗയും ഗോദാവരിയും ഒരു സമുദായത്തിന്റെ ചോര കൊണ്ട് നിറഞ്ഞപ്പോ മഹാത്മജി പറഞ്ഞു അരുത്, ഇതരുത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് വിഭജിച്ചവരല്ല. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ്. മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിൽ 1-ാം നമ്പർ പൗരന്മാർ, അവരെ അവഗണിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞപ്പോ മുസൽമാനായം പറഞ്ഞാൽ രാഷ്ട്രപിതാവാണെങ്കിലും കൊന്നു തള്ളും എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ചത്. ഗാന്ധിയെ കൊല്ലാൻ നാഗ്പൂരിൽ RSS കേന്ദ്രത്തിൽ വെച്ച് തീരുമാനിച്ചപ്പോ നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ അപ്തയും ഗോപാൽ ഗോഡ്സെയും ഇവർ 3 പേരാണ് വന്ന് 3 പേരും നാഗ്പൂരിൽ RSS കേന്ദ്രത്തിൽ പോയി സുന്നത്ത് കല്യാണം കഴിച്ചു. മുസൽമാന്റെ വേഷം ധരിച്ചു. എന്തിനറിയോ? പിടിക്കപ്പെട്ടാൽ ഗാന്ധിയെ കൊന്ന കുറ്റവും മുസൽമാന്റെ തലയിൽ വെച്ച് കെട്ടണം. മുസൽമാന് വേണ്ടി ന്യായം പറഞ്ഞതിന്റെ പേരിൽ ആത്മജിയെ വെടിവെച്ച് കൊന്ന അഭിഷക്തമായ കാലഘട്ടത്തിൽ ഞാൻ മുസൽമാനാണ് എന്ന് ഈ രാജ്യത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ ആളുകൾ ഭയപ്പെടുന്ന ഭീഷണമായ കാലഘട്ടത്തിലാണ് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് നിന്ന് കഠിനവടികൾക്കിടയിൽ ഹൃദയസ്പന്ദനന്മാരും ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആ അഭിഷക്തമായ സന്ദർഭത്തിലാണ് മഹാനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഈ പച്ചക്കൊടിയായിട്ട് വരുന്നത്. മുസ്ലിം ലീഗ് സുഡാപ്പി എന്ന് പറഞ്ഞിടലോ. ഞാൻ മുസൽമാനാണ് എന്ന് പറഞ്ഞവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? മഹാനായ CH ഓർക്കണമല്ലോ നമ്മൾ. സെപ്റ്റംബർ 27 നമ്മുടെ പ്രിയങ്കരനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഗവർണർ ജ്യോതി വെങ്കടചലത്തിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് CH തുടങ്ങി. സർവശക്തനായ അല്ലാഹുവിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് CH. കേന്ദ്ര വിദേശകാര്യ വകുപ്പിൽ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ കസേര വലിച്ചിട്ടിരുന്നത് രാഷ്ട്രപതി ഭവന്റെ അശോക ഹാളിൽ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ.
ഇന്നല്ല 48 മാർച്ച് മാസം 10-ാം തീയതി മുസൽമാനാണെന്ന് പറയാൻ രാജ്യത്താളുകൾ ഭയപ്പെട്ടപ്പോ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഞങ്ങൾ രംഗത്ത് വന്നു. ഞാൻ ചോദിക്കട്ടെ, കുറ്റിച്ചു പ്രകടനം നടത്തിയ വെള്ളപ്പൊക്ക സംഘത്തോട് ചോദിക്കട്ടെ, ഇന്ന് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേരിടാൻ? ഇന്ന് ധൈര്യമുണ്ടോ? അങ്ങനെ ഒരു പേരിടാൻ, അങ്ങനെ ഒരു പരിപാടി നടത്താൻ, അങ്ങനെ ഒരു സംഗതി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്നിട്ട് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുകയാണോ? മുസ്ലിം ലീഗിന് അങ്ങോട്ട് മുണങ്ങാൻ നിങ്ങൾ കരുതിയോ? അത്ര വലിയ അണ്ണാക്കൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും കണ്ട് ഞങ്ങളാരും പേടിക്കൊന്നുമില്ല. പ്രിയപ്പെട്ട അരീക്കോട് പി മുഹമ്മദ് സാഹിബ് ഒക്കെ പറഞ്ഞതുപോലെ ഇതിനെക്കാട്ടിലും വലിയ നാളും വെള്ളിയാഴ്ച ഉണ്ടായിട്ട് വാപ്പ പള്ളിയിൽ പോരില്ല, പിന്നെയാണ് ഈ കള്ള കർക്കിടക മാസത്തിൽ എന്ന് ചോദിച്ച പോലെ നിങ്ങളെക്കാൾ വലിയ ഗംഭീരന്മാരായ കൊമ്പീരന്മാർ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചിരുന്നു. ഇന്നല്ല, ഇന്ന് മുസ്ലിം ലീഗിന് 20 MLA-മാരുണ്ട്, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ട്. മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന്റെ ഉപമുഖ്യമന്ത്രി പദത്തിൽ 2 തവണ ഇരുന്നിട്ടുണ്ട്. ഔക്കാദർ കുട്ടിനഹ സാഹിബും CH മുസ്ലിം ലീഗ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന് മുസ്ലിം ലീഗ് കേരളത്തിന്റെ ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പ് ഒരുമിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭയിൽ 1 ഡസൻ സ്പീക്കർമാരുണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ നിർമ്മാണ സഭയിൽ വിദേശകാര്യ വകുപ്പ്, റെയിൽവേ വകുപ്പ്, മാനവവിഭവശേഷി വകുപ്പ്, 3 വകുപ്പുകൾ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉണ്ടാകൂല എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും മാത്രമല്ല, പഞ്ചായത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മാത്രമല്ല, മുസ്ലിം ലീഗ് ഐക്യരാഷ്ട്രസഭയിൽ ലോകത്തിന്റെ പാർലമെന്റായ ഐക്യരാഷ്ട്രത്തിൽ ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് വിളിച്ചപ്പോ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി പ്രസംഗിച്ചിരുന്നപ്പോ നെക്സ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ യെസ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാണ്, സുഡാപ്പി എന്ന് പറഞ്ഞിട്ടൊന്നല്ല. മുസ്ലിം ലീഗ് ആ അഭിമാനം എവിടെയും ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോഴോ കേന്ദ്രമന്ത്രിയായപ്പോഴോ അത് ഞങ്ങളുടെ യുവജന സംഘടന അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ യുവജന സംഘടനയുടെ പേരെന്താ? നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗ് എന്നാണ്. മുസ്ലിം യൂത്ത് ലീഗ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ IAS-കാരും IRS-കാരും ഇരിക്കുന്ന ഗവൺമെന്റ് സെക്രട്ടറിമാർ, 25 ഗവൺമെന്റ് സെക്രട്ടറിമാർ ഇരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ യുവജന ഔദ്യോഗിക സംഘത്തിന്റെ മീറ്റിംഗിലേക്ക് ഞങ്ങൾ കയറിപ്പോയത് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറഞ്ഞിട്ടാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൽ ഞങ്ങളുടെ പ്രതിനിധികൾ പോയത് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. എവിടെയും ഈ സമുദായത്തിന്റെ അഭിമാനം ഞങ്ങൾ പണയപ്പെടുത്തിയിട്ടില്ല. ആരുടെ മുന്നിലും നല്ലൊരു വിശ്വാസം പങ്കെടുക്കുന്നു. ഞാൻ പറഞ്ഞ വിഷയം കൂടി പറഞ്ഞിട്ട്, അന്ന് ജനാധിപത്യത്തിന്റെ മാർഗമാണ് ന്യൂനപക്ഷ സമൂഹത്തിന്റെ പുരോഗതിയുടെ പാന്താവ് എന്ന് പറഞ്ഞപ്പോ അതിനെ പരിഹസിച്ചവർ, അന്ന് തീവ്രവാദത്തിന്റെ കാര്യം പറഞ്ഞവർ, അന്ന് ഭീകരവാദത്തെക്കുറിച്ച് പറഞ്ഞവർ, ജിഹാദിനെ കുറിച്ച് പ്രസംഗിച്ചവർ ഇപ്പൊ ജനാധിപത്യം പറയാണ്. ഇന്നെല്ലാവരും ജനാധിപത്യത്തിന്റെ മാർഗമാണ്. ഹുക്കൂമത്തെ ഇലാഹി പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ജനാധിപത്യത്തിന്റെ മാർഗമാണ്. പക്ഷേ 6.5 പതിറ്റാണ്ട് മുമ്പ് മഹാനായ ഖായിദ മില്ലത്തും പ്രിയപ്പെട്ട KMCD സാഹിബും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തോട് ഇഴചേർന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നിന്ന് ജനാധിപത്യത്തിന്റെ രീതിയിൽ പ്രവർത്തിച്ചാൽ അവർക്ക് വിജയമുണ്ടാകും. അത് തെളിയിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 67 കൊല്ലമായി മുസ്ലിം ലീഗ് ഇന്നും ഇവിടെ ജീവിക്കുന്നു എന്നതിന്റെ തെളിവെന്താ അറിയോ? ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തോട്, ഇന്ത്യയുടെ മഹത്തായ മതേതര പൈതൃകത്തോട് ഇഴന്നു പോകാൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ആദർശത്തിന് കഴിയും എന്ന 67 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അഭിവന്ദനായ നമ്മുടെ നേതാവ്, നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ, നമ്മുടെ ആവേശമായ, നമ്മുടെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം എത്തിച്ചേർന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.